നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അധ്യാപിക എന്നത് ഗുരു സ്ഥാനീയനാണ്, അല്ലെ സ്ഥാനത്തിൽപ്പെട്ട ആളാണ്. ആ അധ്യാപിക തന്നെ ലഹരി വസ്തുക്കളുടെ ഒരു കൂടാരവും അത് വിൽപ്പനയ്ക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയ വീഴ്ച തന്നെയാണ്. കാരണം കൂടെ നിൽക്കുന്നവരുടെയും കൂടെ ഉള്ളവരുടെയും നമ്മളെ അറിയുന്നവരുടെയും വീഴ്ച തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഒരു കൊച്ചു ജനിച്ചാൽ ഏറ്റവും കൂടുതൽ മാതാപിതാക്കളുടെ കൂടെയല്ല, മറിച്ച് അധ്യാപകരുടെ കൂടെയാണ്. ജീവിതത്തിലെ പകുതി സമയവും ചെലവഴിക്കുന്നത് അധ്യാപകരുടെ കൂടെയാണ്. ആ അധ്യാപകർ തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്, അത് ക്യാൻസറിന് കാരണമാകും എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന അക്ഷരമുറ്റത്തുള്ള ആ അധ്യാപിക തന്നെ മാരകമായ MDMA പോലുള്ള ലഹരി വസ്തുക്കൾ വിൽക്കുന്നു എങ്കിൽ അവരുടെ മനസ്സിൽ എത്രയോ തീവ്രമായ വികാരങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ എല്ലാവരെയും അറിയിക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുകയാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മളെല്ലാവരും പറഞ്ഞു പഠിച്ചിരിക്കുന്നത്. അതിൽ മാതാവും പിതാവും കഴിഞ്ഞാൽ പിന്നെ ഗുരുവിനാണ് സ്ഥാനം. നമ്മളെ അക്ഷരമുറ്റത്തെത്തി തൊട്ട് അങ്ങേയറ്റം വരെ, എവിടെ വരെ നമ്മൾ പഠിക്കുന്നുണ്ടോ അവിടെ വരെ എല്ലാ പാഠങ്ങളും നമുക്ക് അറിവ് പകർന്നു തരുന്നവരാണ് ഗുരു. അങ്ങനെയുള്ള ഒരു ടീച്ചറാണ് ഇപ്പോൾ MDMA വിൽപ്പനയ്ക്ക് പൈസ വാങ്ങിയതിൻ്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം എല്ലാവരോടും കൂടി ചോദിക്കുകയാണ്. ഒരു വനിതാ അസോസിയേഷനെയും കണ്ടില്ല ഇത് ചോദ്യം ചെയ്യുന്നതായിട്ട്. ഒരു സെലിബ്രിറ്റി നടികളെയും കണ്ടില്ല ഇത് തെറ്റാണെന്ന് പറയുന്നതായിട്ട്. ഒരു ആണുങ്ങളുടെ പേരിൽ ഒരു കുറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് നിയമം വിലയിരുത്തുന്നതിന് മുമ്പ് തന്നെ പെണ്ണുങ്ങളുടെ പടകൾ തന്നെ അവൻ്റെ നേരെ ആഞ്ഞടിക്കുന്നത് കാണുന്നതാണ് നമ്മുടെ ഈ സമൂഹം. എവിടെയാണ് VIP-കളായ സിനിമാ നടികൾ, അല്ലെങ്കിൽ എവിടെയാണ് ഇത് തുറന്നു പറയാൻ പറ്റിയ സ്ത്രീവർഗങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീയായി പിറന്ന ആൾക്കാർക്ക് ചോദ്യം ചെയ്യുവാനുള്ള ചങ്കൂറ്റമുള്ള സ്ത്രീകൾ എവിടെ? ഒരു ആണിൻ്റെ പേരിൽ ഒരു കുറ്റം ആരോപിച്ചാൽ ആ കുറ്റക്കാരനാണെന്ന് നീതിപീഠം വിധിക്കുന്നതിന് മുമ്പ് വിധി എഴുതുന്ന ചില ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ചില വനിതകളുണ്ട്, അല്ലെ വനിതാ കമ്മീഷനുകളുണ്ട്. ഇവരൊക്കെ എന്താണ്? ഇവരുടെയൊക്കെ കണ്ണിൽ ഇപ്പോൾ ഇരുട്ടാണോ? ഈ വനിതയ്ക്കെതിരെ ഒരു പ്രതിഷേധ പ്രകടനവും എവിടെയും കണ്ടില്ല. അല്ലെങ്കിൽ അവർ ചെയ്തത് തെറ്റാണ് എന്ന് പറയുവാനും ഒരു വനിതയും ഒരു വാക്കാൽ പോലും ഞാൻ കണ്ടില്ല. എന്തുകൊണ്ടാണ്? ഇവർ ഇത് ടീച്ചർ പ്രവൃത്തിയിൽ ഇരുന്നപ്പോൾ ചെയ്തത് അതീവ ഗുരുതരമായ കാര്യമാണ്. കാരണം ഒരുപാട് ടീച്ചർമാർ നന്മയുള്ള, അല്ലെങ്കിൽ സ്വന്തം മക്കളെ പോലെ കരുതി അക്ഷരമുറ്റത്തേക്ക് വിളിച്ചിരുത്തുകയും അവർക്ക് ആദ്യാക്ഷരങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് അമ്മമാർക്ക് തുല്യമായ ടീച്ചർമാരുണ്ട്. അവർക്ക് കൂടി നാണക്കേടാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ കാണുന്ന ടീച്ചർ. എന്തുകൊണ്ടാണ് നിങ്ങളാരും പ്രതികരിക്കാത്തത്? നിങ്ങളൊക്കെ ആണുങ്ങളുടെ പുറത്ത് കുതിര കയറുവാനും, അല്ലെങ്കിൽ അവരുടെ പുറത്ത് ഒരു കേസ് വന്നാൽ അതവൻ ചെയ്തു കാണും, അല്ലെങ്കിൽ അവൻ ചെയ്തതായിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കുറ്റപ്പെടുത്തുവാനല്ലാതെ ഈ ഒരു ടീച്ചറെ അതിൻ്റെ കൃത്യമായ രീതിയിൽ നിങ്ങളാരും എന്തുകൊണ്ടാണ് കുറ്റപ്പെടുത്താത്തത്? ആ ടീച്ചർ മാത്രമല്ല, ടീച്ചറിൻ്റെ കൂട്ടുകാരിയും അറസ്റ്റിലായിരുന്നു. ആ കൂട്ടുകാരി കൊടുത്ത വിവരത്തിലാണ് ഈ ടീച്ചറെ ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. അവസാനം കിട്ടുന്ന വിവരമനുസരിച്ച് ഗൂഗിൾ പേ വഴിയുള്ള ട്രാൻസാക്ഷൻ പൈസകളുടെ കണക്കും നോക്കുമെന്നാണ് കേരള പോലീസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് മഹിളാരത്നങ്ങൾ? നിങ്ങൾക്ക് പെണ്ണുങ്ങൾ ചെയ്താൽ അത് തെറ്റല്ലേ? കാരണം ഒരുപാട് നല്ല നല്ല ടീച്ചർമാരുടെ പേര് ചീത്തയാക്കുന്ന വിധത്തിലാണ് ഈ ഒരൊറ്റ ടീച്ചർ ചെയ്തിരിക്കുന്നത്. അത് ചോദ്യം ചെയ്യാൻ ഈ സമൂഹത്ത് ഒരു പെൺകുട്ടികളും ഇല്ല, അല്ലെങ്കിൽ ഒരു ഇതിലേക്ക് ഇറങ്ങി വരാൻ പറ്റിയ ഒരു യുവ വനിതാ പ്രവർത്തകർ ഇല്ല. മന്ത്രിമാർ പോലും പ്രതികരിക്കുന്ന ഞാൻ കണ്ടില്ല. 2 മന്ത്രിമാരും വനിതാ മന്ത്രി നമുക്കുള്ളതാണ്, അവർ പോലും പ്രതികരിക്കുന്ന കണ്ടില്ല, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞില്ല. ഓപ്പറേഷൻ തൂഫാൻ സൂപ്പറാണ്. കാരണം എവിടെയും കയറി ചെന്ന് ലഹരി വസ്തുക്കൾക്കെതിരായി പ്രവർത്തിക്കുകയും ലഹരി വസ്തുക്കൾ എവിടെ ഇരുന്നാലും അതിനെയെല്ലാം ഇല്ലായ്മ ചെയ്യുവാനും ഓപ്പറേഷൻ തൂഫാൻ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നു. എൻ്റെ ചോദ്യം ഇതാണ്. ആണുങ്ങളുടെ പുറത്ത് കുതിര കയറുന്ന അതേ ചങ്കൂറ്റം, അല്ലെങ്കിൽ ആണുങ്ങളെ ആരോപണനാക്കുന്ന അതേ ചങ്കൂറ്റം എന്തുകൊണ്ടാണ് നിങ്ങളാരും ഈ ടീച്ചറിൻ്റെ ഭാഗത്ത് കാണിക്കാത്തത്? ഒരാൾ പോലും പ്രതികരിച്ചതായി ഞാൻ കണ്ടില്ല. ടീച്ചർ ചെയ്തത് തെറ്റാണെന്നോ, അല്ലെങ്കിൽ ടീച്ചർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നെന്നോ, അല്ലെങ്കിൽ ടീച്ചർ ഇത്രയും വലിയ വിഷവാതകമാണോ ടീച്ചറിൻ്റെ മനസ്സിലുണ്ടായിരുന്നതെന്നോ ഒരു വ്യക്തി പോലും, ഒരു മഹിളാരത്നങ്ങളോ
ഒരു സ്ത്രീകളോ പറയുന്നതായി ഞാൻ കണ്ടില്ല, എവിടെയും കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പ്രതികരിക്കേണ്ട പോലെ തന്നെ പ്രതികരിക്കാൻ സ്ത്രീകളും മുന്നോട്ട് വരിക. കാരണം ഇപ്പോൾ തെറ്റ് ചെയ്തിരിക്കുന്നത് ആ ടീച്ചറാണ്, അതൊരു സ്ത്രീയാണ്. ആ ടീച്ചർക്ക് പുരുഷനെ പോലെ തന്നെ മാനാഭിമാനത്തോടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുവാൻ ശേഷിയുള്ള വ്യക്തി തന്നെയാണ്. അല്ലെങ്കിൽ പുരുഷനും അതേ അവകാശവും മാനവും മാനനഷ്ടക്കേടും ഉള്ള ആൾക്കാരാണ് പുരുഷന്മാരും. അപ്പം പുരുഷന്മാരെ നിങ്ങൾ പഴിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇതുപോലൊരു തെറ്റ് ചെയ്യുമ്പോഴും അതും ചൂണ്ടിക്കാണിക്കുവാനും സ്ത്രീകളും രംഗത്തേക്ക് വരണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതൊരു അധ്യാപികയാണ്, അതൊരു പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു ഗുരുസ്ഥാനീയ ആയ അധ്യാപികയാണ് ഈ തെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ പെൺവർഗത്തിന് തന്നെ അപമാനമായി തീർന്ന ഈ ടീച്ചറെ നിങ്ങൾ ഇനിയും ഇങ്ങനെ മൂടിക്കെട്ടി വെച്ചിട്ട് കാര്യമില്ല. ഓരോ പെണ്ണുങ്ങൾക്കും ആ പൊസിഷനിലുള്ള ആൾക്കാർക്കും പ്രതികരിക്കാവുന്നതാണ്. കാരണം ഞാൻ എല്ലാ ടീച്ചർമാരെ അല്ല ഇത് പറയുന്നത്, ഈ ടീച്ചറെ മാത്രമാണ്. കാരണം ബാക്കി എല്ലാ ടീച്ചർമാരും അല്ലെങ്കിൽ ഈ സമൂഹത്തുള്ള എല്ലാ ടീച്ചർമാരും ഒരമ്മയെ പോലെ തന്നെ കൊച്ചിനെ നോക്കി സ്കൂളിൽ വിട്ടാൽ എൻ്റെ മക്കളാണെന്ന് പറയുന്ന ഒരുപാട് ടീച്ചർമാരെ എനിക്കറിയാം. അങ്ങനെ നോത്ത് സൂക്ഷിച്ചു വെക്കുന്ന ടീച്ചർമാരെയും എനിക്കറിയാം. അതുകൊണ്ട് എല്ലാ ടീച്ചർമാരെയല്ല, ഇതുപോലെ മാരകമായ MDMA പോലുള്ള വസ്തുക്കൾ ടീച്ചർ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ വിൽക്കുകയും അതിൻ്റെ അംശം കൈപ്പറ്റുകയും ചെയ്തവരെ ടീച്ചർ എന്നല്ല വിളിക്കേണ്ടത്. സമൂഹത്തിന് തന്നെ മാനക്കേടും സമൂഹത്തിന് തന്നെ മാരക വിഷവുമാണ് ഇതുപോലുള്ള ടീച്ചർ. ഇവരെ ടീച്ചർ എന്നൊരിക്കലും വിളിക്കാൻ പറ്റില്ല. കാരണം ടീച്ചർ എന്ന് പറയുന്നത് ഗുരുസ്ഥാനീയരായ ആളാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യം മാറി നിൽക്കുന്ന എന്നാണ് നമ്മൾ കരുതുന്നത്. ഒരക്ഷരമുറ്റത്ത് എന്നാൽ ഒരു ടീച്ചറുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് നമ്മൾ ആ അക്ഷരമുറ്റത്ത് കയറുകയും ആ ടീച്ചറുടെ അനുഗ്രഹത്താൽ എല്ലാം പഠിച്ചിറങ്ങുകയും ചെയ്യുമ്പോൾ അവസാന നിമിഷം ആ ടീച്ചർ എല്ലാം പഠിപ്പിച്ച് നമ്മളൊരു വലിയ ആളായി ഒരു ഉദ്യോഗം നേടിയിരുന്നു കഴിയുമ്പോൾ യഥാർത്ഥ ടീച്ചറിൻ്റെ വാല്യൂ അവിടെയാണ് ആരംഭിക്കുന്നത്. കാരണം നമ്മൾ ആ ടീച്ചറെ വഴി വെച്ച് കണ്ടാൽ, ടീച്ചറെ എന്നെ ഓർമ്മയുണ്ടോ, ഞാൻ ടീച്ചർ എന്നെ പഠിപ്പിച്ച ആളാണ് എന്ന് ആ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു ചെല്ലുമ്പോൾ, ആ മോനെ എനിക്ക് അറിയാം, ഞാൻ ഇന്നിപ്പോൾ പഠിപ്പിച്ചതല്ലേ, എന്ത് ചെയ്യുന്നു എന്ന് ആ ടീച്ചർ ചോദിക്കുമ്പോഴാണ് യഥാർത്ഥ ഗുരുസ്ഥാനം നമ്മോട് കൊടുക്കുന്നത്. അല്ലാതെ ഇതുപോലെ മാരകമായ MDMA പോലുള്ള വസ്തുക്കൾ വിൽക്കുകയും അത് ശേഖരിച്ചു വെക്കുകയും ചെയ്യുന്ന ഇങ്ങനെയുള്ള ടീച്ചർമാരെ ഒരിക്കലും നമ്മൾ ടീച്ചർ ഗുരു എന്നല്ല വിളിക്കേണ്ടത്. ഇതിനെയും വിളിക്കേണ്ട പേരുകൾ പലതുണ്ട് എങ്കിൽ പോലും ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് സ്ത്രീകൾക്കൊരു കാര്യമുണ്ട്, ഇര എന്ന വാക്കാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ മുഖ്യമായിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീകളും ഈ ടീച്ചറെ പഴിക്കാത്തത്? ഈ ടീച്ചർ സമൂഹത്തിന് ഇനിയും വാല്യൂ എന്തെങ്കിലും തരുവാനും, അല്ലെങ്കിൽ ഈ ടീച്ചർ ഇപ്പോൾ കാണിച്ച ഈ MDMA കച്ചവടത്തിൽ എന്തെങ്കിലും പിള്ളേർക്ക് അറിവ് പകർന്നു കൊടുക്കുവാനുണ്ടോ? അതോ ആ ടീച്ചർ പഠിപ്പിച്ച വിദ്യാർത്ഥികളും ഇതുപോലെ MDMAയും കള്ളക്കടത്തുമായി ജീവിക്കണമെന്നാണോ പൊതുസമൂഹമായ സ്ത്രീകളായ മിണ്ടാതിരിക്കുന്ന സ്ത്രീ ബഹുജനങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ വനിതാ സംരക്ഷണ സമിതി ഒക്കെ പറയുന്നത്? അതുകൊണ്ടാണോ മിണ്ടാതിരിക്കുന്നത്? തെറ്റ് ചെയ്താൽ ആരാണെങ്കിലും ആഞ്ഞടിക്കുവാൻ ചങ്കൂറ്റമുള്ള സ്ത്രീ സമൂഹമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ആഞ്ഞടിക്കണം. ഈ സ്ത്രീ ചെയ്തത് തെറ്റാണെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുവാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കുക. കാരണം തെറ്റ് ചെയ്തിരിക്കുന്നത് സ്ത്രീയാണ്. സ്ത്രീ മാത്രമല്ല, ഒരു ഗുരുവാണ്. ഗുരു എന്നത് അധ്യാപികയാണ്. ഇത് തെറ്റ് കാണിച്ചെങ്കിൽ ആ തെറ്റാണെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങളും ഒരു സ്ത്രീയായി മാറും. കാരണം സമൂഹത്തിന് ഇതുപോലുള്ള വിത്തുകളെ ഇനിയും വേണ്ട. കാരണം പിള്ളേർ വളരട്ടെ, അവർ നല്ല നല്ല ആഹാരം കഴിച്ചും നല്ല നല്ല പ്രകൃതിയെ സ്നേഹിച്ചും നല്ല നല്ല കാര്യങ്ങൾ പഠിച്ചും നല്ല ജീവിത ലക്ഷ്യത്തോടു കൂടി MDMA പോലുള്ള മാരക വസ്തുക്കൾക്ക് അടിമയാകാതെ നല്ല പുതുതലമുറകളെ വാർത്തെടുക്കുവാൻ കഴിവുള്ളവരാണ് ഇപ്പോഴത്തെ ടീച്ചർമാരെല്ലാം. അവരുടെ ഇടയിൽ 100 ടീച്ചറിൻ്റെ ഇടയിൽ ഇതുപോലത്തെ ഒരു വിത്തുണ്ടായാൽ ആ വിത്ത് മതി നമുക്ക് മുന്നോട്ടുള്ള ഇതിനെ നശിപ്പിക്കുവാൻ. എന്ന് വെച്ചാൽ 10 മുട്ടയെടുത്താൽ അതിൽ ഒരു മുട്ട ചീഞ്ഞു പോയാൽ ആ മുട്ട മാറ്റിയില്ലെങ്കിൽ ബാക്കി മുട്ടയും ചീയും എന്ന് പറയുന്നത് പോലെ 100 ടീച്ചർമാരിൽ ഇതുപോലെ ഒരൊറ്റ വിഷവിത്ത് മതി. ഇപ്പോൾ 2 വിഷവിത്തിനെ അറസ്റ്റ് ചെയ്തു പോലീസ്. അതുപോലെ തന്നെ ഈ ഒരൊറ്റ വിഷവിത്ത് മതി ബാക്കിയും വിഷമായി മാറാൻ. അതുകൊണ്ട് സമൂഹത്തിന് വേണ്ടി, പുതുതലമുറകൾക്ക് വേണ്ടി എല്ലാ സ്ത്രീജനങ്ങളും, എല്ലാ അമ്മമാരും, എല്ലാ പെങ്ങന്മാരും കൈകോർക്കുക. ഇതുപോലുള്ള വിഷവിത്തുകൾക്ക് വേണ്ടി പ്രതികരിക്കുക. പ്രതികരണശേഷിയുള്ള സ്ത്രീകളെയും വനിതാ ജനങ്ങളെയുമാണ് നമുക്ക് ആവശ്യം. നിങ്ങൾക്ക് പ്രതികരിക്കാം. കാരണം നിങ്ങളുടെ കൂടി വരും തലമുറകൾ നിങ്ങൾ കൂടി മാതൃകയാവേണ്ടതാണ്. അതുകൊണ്ട് പ്രതികരിക്കും എന്ന പ്രതീക്ഷയോടെ അല്ലെങ്കിൽ പ്രതികരിക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി.